ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നിലപ്പനയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനയുടെ ഇലകൾ പോലെയാണ് ഇതിൻ്റെ ഇലകൾ. മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക്, അതായത് മൂത്രപ്പുകച്ചിൽ, മൂത്രച്ചൂട് എന്നൊക്കെ പറയാറില്ലേ, അത് കുറയാനായിട്ട് ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കാറുള്ളത്. മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം കുറയും. കിഴാർനെല്ലിയും അതേപോലെ അരച്ച് പാലിൽ ചേർത്ത് കഴിക്കാറുണ്ട്. അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. നമുക്ക് ചില നാടൻ പച്ചമരുന്നുകളൊക്കെ അകത്തേക്ക് കഴിക്കാൻ പേടിയുണ്ടാവും. അങ്ങനെയുള്ളത് ഡോക്ടറുടെ ചോദിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ മതി. പക്ഷെ പുറമേ തേക്കാൻ ഒട്ടും പേടിക്കേണ്ടതില്ല. ത്വക്ക് രോഗങ്ങൾക്ക്, മുറിവിന്, ചുമ, നീർക്കെട്ട് ഒക്കെ ഉള്ള ഭാഗത്ത് ഇതിൻ്റെ ഇല ചതച്ചെടുത്ത നീര് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് നീർക്കെട്ട് കുറയും. ചുമയ്ക്ക്, തൊണ്ടയിലൊക്കെ തേക്കാവുന്നതാണ്. ഇത് ഞാൻ ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും തറപ്പിച്ച് പറയുന്നത്. ഇതിൻ്റെ പുതിയ ചെടികൾ നടുന്നത് ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഇലയുടെ അറ്റത്ത് പുതിയ ചെടികൾ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കിഴങ്ങും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കൾ കാണാം. നിറയെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഒരെണ്ണോ മറ്റേ ഇതിലുള്ളൂ. ഒരെണ്ണേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. മഴയായതുകൊണ്ടെല്ലാം കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതാണ് നിലപ്പനയും അതിൻ്റെ ഗുണങ്ങളും.